Welcome to BSc Main Physics, Semester 5. Paper 2, Statistical Physics, Research Methodology and Disaster Management. Class number 2, Semester 5, Statistical Ensembles from chapter Statistical Physics. Today we see the second lecture, Statistical Ensembles. What is an ensemble or what is a statistical ensemble? Ensemble എന്ന് പറഞ്ഞാൽ എന്താണ്? A collection of particles is called a system. ഒരു സിസ്റ്റത്തിൻ്റെ കളക്ഷൻ ഓഫ് പാർട്ടിക്കിളാണ്. ഒരു ഗ്യാസ് മോളിക്യൂൾ നമ്മളൊരു വെസൽ എടുത്താൽ അതിന് നമ്മൾ സിസ്റ്റം എന്ന് പറയാം. A collection of particles is called system. A number of systems constitute an ensemble. That's the definition. ഏതാനും പാർട്ടിക്കിളിൻ്റെ ഒരു കളക്ഷനെ നമ്മൾ സിസ്റ്റം എന്ന് വിളിക്കുകയും അത്തരം അനേകം സിസ്റ്റംസ് കൂടിച്ചേർന്നാൽ അത് എൻസംബിൾ എന്ന് വിളിക്കുകയും ചെയ്യും. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സിൽ നമ്മൾ പറയുന്ന ഒരു ടേമാണ് എൻസംബിൾ. ഇറ്റ് ഈസ് ദി കളക്ഷൻ ഓഫ് നമ്പർ ഓഫ് സിസ്റ്റംസ്. നമ്പർ ഓഫ് സിസ്റ്റംസ് ഈസ് കോൾഡ് an ensemble. An ensemble is defined as the collection of identical but independent systems that specify a common set of ഇനിഷ്യൽ കണ്ടീഷൻസ്. ഒരു സെറ്റ് ഓഫ് കണ്ടീഷൻസ്, ഒരു കോമൺ സെറ്റ് ഓഫ് ഇനിഷ്യൽ കണ്ടീഷൻസ് കാണിക്കുന്ന ഇൻഡിപെൻഡൻറ്റ് സിസ്റ്റംസ്, അതിൻ്റെ ഒരു കളക്ഷനാണ് എൻസംബിൾ. ദി ആവറേജ് ഓഫ് എ മൈക്രോസ്കോപ്പിക് ക്വാണ്ടിറ്റി, സേ എക്സ്, പ്രഷർ പോലെയുള്ളതെല്ലാം മൈക്രോസ്കോപ്പിക് ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ മൈക്രോസ്കോപ്പിക് ക്വാണ്ടിറ്റി ആവറേജ് കാണുന്നത് എങ്ങനെയാണ്? The average of a microscopic quantity, say example pressure of an ensemble is expressed as, ഒരു എൻസംബിളിൽ ഒരു മൈക്രോസ്കോപ്പിക് ക്വാണ്ടിറ്റിയുടെ ആവറേജ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയാണ് എക്സ് ബാർ. എക്സ് ബാർ ഈസ് ഈക്വൽ ടു n1x1 പ്ലസ് n2x2 പ്ലസ് എക്സെട്ര പ്ലസ് nxi പ്ലസ് എക്സെട്ര nxn all by n, where capital N is n1 plus n2 plus n3 plus എക്സെട്ര. അതായത് n1 പാർട്ടിക്കിളുള്ള ഒരു സിസ്റ്റത്തിൻ്റെ ക്വാണ്ടിറ്റി x1 ആണെങ്കിൽ n2 പാർട്ടിക്കിളിൽ ഉള്ള ഒരു സിസ്റ്റത്തിൽ ഓരോ പാർട്ടിക്കിളിൻ്റെയും പ്രോപ്പർട്ടി x2 ആണെങ്കിൽ ഇവയെല്ലാം കൂടി സം ചെയ്തിട്ട് ഈ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെയാണ് ഒരു എൻസംബിളിൽ നമ്മളൊരു ആവറേജ് ക്വാണ്ടിറ്റി അളക്കുക. ആവറേജ് ഓഫ് എ മൈക്രോസ്കോപ്പിക് ക്വാണ്ടിറ്റി ഈസ് ഗിവൺ ബൈ എക്സ് ബാർ. എക്സ് ബാർ മീൻസ് ആവറേജ് ഓഫ് എക്സ് equal to n1x1 plus n2x2 plus etc plus nxi plus etc plus nxn all by capital N, where n is equal to n1 plus n2 plus n3 plus etc. That is the definition of average quantity in an ensemble. Now we see types of ensembles. Ensembles are classified into three. Number 1, microcanonical ensemble, EVN. ആ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത് പരീക്ഷയ്ക്ക് എഴുതാനുള്ള അല്ല, നിങ്ങളുടെ മെമ്മറിക്ക് വേണ്ടി ഞാൻ കൊടുത്തിരിക്കുന്നതാണ്. പേര് മാത്രം കൊടുക്കുക. ആ ബ്രാക്കറ്റിൽ ഇത് എങ്ങനെ എഴുതണം അതിന് ആ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെന്ന് ഓർത്താൽ മതി. The ensembles are classified into three. Number 1, micro canonical ensemble. Number 2, canonical ensemble. And number 3, grand canonical ensemble. എൻസംബിളിനെ, അതായത് കളക്ഷൻ ഓഫ് സിസ്റ്റത്തെ നമ്മൾ മൂന്നായി തരംതിരിക്കും. ഒന്ന് മൈക്രോ കാനോനിക്കൽ എൻസംബിൾ, രണ്ടാമത് കാനോനിക്കൽ എൻസംബിൾ, മൂന്നാമത് ഗ്രാൻഡ് കാനോനിക്കൽ എൻസംബിൾ. ആ ബ്രാക്കറ്റ് എഴുതിയിരിക്കുന്ന ടേമുകളുടെ മീനിങ് നമുക്ക് ഉടനെ പറയാവുന്നതാണ്. ഒന്നാമത്തിൽ EVN, രണ്ടാമത്തിൽ TVN, മൂന്നാമത്തിൽ TV സ്മോളം അല്ലെങ്കിൽ TV മ്യൂ എന്നൊക്കെ എഴുതാറുണ്ട്. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. ഒന്നാമത്തത് മൈക്രോ കാനോനിക്കൽ എൻസംബിൾ ആണ്. മൈക്രോ കാനോനിക്കൽ എൻസംബിൾ നമ്മൾ കുറേ സിസ്റ്റം, നമ്പർ ഓഫ് സിസ്റ്റംസ്, ഇവിടെ ഞാനൊരു 9 സിസ്റ്റം കാണിച്ചിട്ടുണ്ട്, 9 സെല്ല് കാണിച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് സെൽസ്, നമ്പർ ഓഫ് സിസ്റ്റം വിചാരിക്കാം. എല്ലാത്തിനകത്തും എനർജി, വോളിയം, നമ്പർ ഓഫ് പാർട്ടികൾ കോമായിട്ട് എഴുതേണ്ടതാണ്. ഇപ്പോൾ കോമ എഴുതേണ്ട കാര്യമില്ല, ഓർത്താൽ മതി. സെപ്പറേറ്റ് ക്വാണ്ടിറ്റീസ് ആണ്. എനർജി, വോളിയം, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, അതാണ് E, V, N എന്ന് പറയുന്നത്. അത് ഏത് സെല്ലെടുത്താലും എല്ലായിടത്തും ഈ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, അതിൻ്റെ വോളിയം, അതിൻ്റെ എനർജി സ്ഥിരമായിട്ട് നിൽക്കും, മാറ്റമില്ലാതെ നിൽക്കും. അങ്ങനെ നിൽക്കുന്ന സെല്ലുകൾ, സിസ്റ്റംസ് കൂടി ചേർന്നതാണ് മൈക്രോ കാനോനിക്കൽ എൻസംബിൾ. ഏത് സിസ്റ്റത്തിലും EVN എന്ന് പറയുന്നത് ആ 3 ക്വാണ്ടിറ്റി എപ്പോഴും സ്ഥിരമായിട്ട് നിൽക്കും ഒരു മൈക്രോ കാനോനിക്കൽ എൻസംബിളിൽ.
an assembly of the systems of systems of the same energy E, volume V, and number of particles N is called a microcanonical ensemble. You understand the definition of microcanonical ensemble? An assembly of the systems of the same energy, volume, and number of particles is called a microcanonical ensemble. That is, in a microcanonical ensemble, E, V, and N are constants. The component system of a microcanonical ensemble may be, അപ്പോൾ ഈ എൻസെമ്പിളിൽ ഓരോ സിസ്റ്റത്തിനും ഈ വി എൻ സ്ഥിരമായിട്ട് നിൽക്കും, മാറ്റമില്ലാതെ നിൽക്കും. The component system of a microcanonical ensemble may be thought as consisting of. മൈക്രോകാനോനിക്കൽ എൻസെമ്പിളിൽ ഓരോ സിസ്റ്റത്തെയും നമുക്ക് ഇങ്ങനെ വിചാരിക്കാവുന്നതാണ്. Can be thought as consisting of rigid, impermeable and non-conducting walls. അതായത് ഓരോ സിസ്റ്റത്തിനും വാൾസ് ഉണ്ട്. ആ വാൾസിൻ്റെ പ്രത്യേകത ഇംപെർമിയബിൾ ആണ്. എന്ന് പറയുന്ന പാർട്ടിക്കിൾ കടന്നു പോകാൻ പറ്റത്തില്ല അതിനകത്തുകൂടി. ഇംപെർമിയബിൾ ആണ്. ദാറ്റ് ഈസ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ എ സെൽ ഇൻ എ സിസ്റ്റം വിൽ റിമെയിൻ കോൺസ്റ്റന്റ്. ആർ ഈ നോൺ കണ്ടക്ടിങ് പാർട്ടിക്കിൾ, അതിൻ്റെ ഭിത്തി ഹീറ്റ് ഫ്ലോ അനുവദിക്കുന്നതല്ല. കണ്ടക്ഷൻ ഓഫ് ഹീറ്റ് ഇല്ലാത്ത ഇൻസുലേറ്റർ ഭിത്തിയാണ് ഈ സിസ്റ്റത്തിൻ്റെ വാള്. The non-conducting walls do not allow the exchange of energy. അതുകൊണ്ടാണ് എനർജി കോൺസ്റ്റന്റ്. The non-conducting walls do not allow the exchange of energy between the systems and the surroundings. സറൗണ്ടിങ്സും സിസ്റ്റം തമ്മിൽ ഹീറ്റ് ട്രാൻസ്ഫർ, ഹീറ്റ് ഫ്ലോ ഈ നോൺ കണ്ടക്ടിങ് വാൾസ് അനുവദിക്കുന്നതല്ല. ഏതിലാണ്? മൈക്രോകാനോനിക്കൽ സിസ്റ്റത്തിൽ. Number 2, canonical system. Canonical ensemble. Canonical ensemble. An assembly of systems having the same temperature, volume and number of particles. ഇവിടെ എനർജി മാറ്റി നമ്മൾ ടെമ്പറേച്ചറിലേക്ക് വന്നു. അതൊരു വ്യത്യാസമുണ്ട്. കാനോനിക്കലിലേക്ക് വരുമ്പോൾ ആദ്യ ടൈം എനർജി എന്നുള്ളത് ടെമ്പറേച്ചർ ആകും. An assembly of systems having the same temperature, volume, and number of particles is called a canonical ensemble. That is, TV, N are constants. The walls of the system are diathramic. ഈ സിസ്റ്റത്തിൻ്റെ ഭിത്തികൾ ഡയാത്രമിക് ആണ്. അതിനർത്ഥം ഇറ്റ് allows heat flow so that temperature will remain constant. And this is the pictorial representation of canonical ensemble. That is, in all cells TV N are constants. In the place of E we write T. Other two terms are same. TV N are constants. For all systems in this ensemble can be made to have the same temperature by bringing the system in thermal contact. സിസ്റ്റമുകൾ തമ്മിൽ തെർമൽ കോണ്ടാക്റ്റിൽ വരാം. വാൾസ് ഡയാത്രമിക്കാണ്, ഹീറ്റ് ഫ്ലോ അനുവദിക്കുന്നതാണ്. അപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി നമുക്ക് കൊണ്ടുവരാം. All systems in this ensemble can be made to have the same temperature by bringing the system in thermal contact with a common reservoir. ഒരു കോമൺ റിസർവറുമായിട്ട് ഈ ഓരോ സിസ്റ്റവും കോണ്ടാക്റ്റിൽ കൊണ്ടുവരാം. എന്നിട്ട് ടെമ്പറേച്ചർ സ്ഥിരമായിട്ട് നിർത്താം. അടുത്ത ഗ്രാൻഡ് കാനോനിക്കൽ എൻസെമ്പിൾ. ഇവിടെ ഗ്രാൻഡ് കാനോനിക്കൽ എൻസെമ്പിളിൽ ആ 3 കോളം ടി വി മ്യൂ എന്നാണ് ഇരിക്കുന്നത്. ടി വി മ്യൂ ടെമ്പറേച്ചർ വോളിയമിന് അവസാനത്തെ ടൈമാണ് മാറുന്നത്. മ്യൂ നമ്മൾ കെമിക്കൽ പൊട്ടൻഷ്യൽ എന്ന് പറയും. ആ 3 ടേമുകളും ടെമ്പറേച്ചർ, വോളിയം, കെമിക്കൽ പൊട്ടൻഷ്യൽ അവയെല്ലാം കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഗ്രാൻഡ് കാനോനിക്കൽ എൻസെമ്പിൾ എന്ന് പറയും. അതിൻ്റെ സെൽ റെപ്രസെൻറ്റേഷനാണ് പടത്തിൽ കാണിച്ചത്. എന്താണിത്? ഗ്രാൻഡ് കാനോനിക്കൽ ensemble. An assembly of systems having the same temperature, volume and chemical potentials. അപ്പോൾ മുമ്പത്തെ കാനോനിക്കലിൽ നിന്ന് ആ ലാസ്റ്റ് ടൈമാണ് മാറുന്നത് കെമിക്കൽ പൊട്ടൻഷ്യൽ. നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന് പോലെ കെമിക്കൽ പൊട്ടൻഷ്യൽ കൊടുക്കുക. An assembly of systems having the same temperature, volume and chemical potentials
is called a grand canonical ensemble. That is TV mu are constants, permeable, conducting, rigid walls separate the systems of a grand canonical ensemble. ഇപ്പോൾ പെർമിയബിൾ മെംബ്രെയിൻ ആണ് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിളിൽ കടത്തി വിടാം, കണ്ടക്റ്റിംഗ് ആണ്, ഹീറ്റ് ഇവിടെ അനുവദിക്കും, വാൾസ് റിജിഡ് ആയിരിക്കണം. പെർമിയബിൾ, കണ്ടക്റ്റിംഗ് ആൻഡ് റിജിഡ് വാൾ സെപ്പറേറ്റ് ദ സിസ്റ്റംസ് ഓഫ് എ ഗ്രാൻഡ് കാനോനിക്കൽ എൻസംബിൾ. അപ്പം അത്രയും നമ്മൾ എഴുതിയിരുന്ന് ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ പറയുന്നത്. വാട്ട് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ എൻസംബിൾ, എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ്. 3 ടൈപ്പാണ് പറഞ്ഞത്. പടം സഹിതം പടത്തിൽ കൊടുത്താൽ 3 വാല്യൂസ് ഓർത്താൽ മതി. വാട്ട് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ എൻസംബിൾ, എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 2, വാട്ട് ഈസ് കാനോനിക്കൽ എൻസംബിൾ. അതുപോലെ 3 വേണമെങ്കിൽ ചോദിക്കാം. വാട്ട് ഈസ് മൈക്രോ കാനോനിക്കൽ എൻസംബിൾ, വാട്ട് ഈസ് ഗ്രാൻഡ് കാനോനിക്കൽ എൻസംബിൾ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതൊരു പരീക്ഷയുടെ ക്വസ്റ്റ്യനാണ്. ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ കാനോനിക്കൽ ആൻഡ് ഗ്രാൻഡ് കാനോനിക്കൽ എൻസംബിൾ. നമ്മൾ ഒടുക്കം പറഞ്ഞ 2 അത് എഴുതാനാണ്. അവർ രണ്ടും തമ്മിൽ വ്യത്യാസം പറയുക. വ്യത്യാസം പറയാമെന്ന് പറഞ്ഞാൽ അത് രണ്ടും കൊണ്ട് എഴുതിയാൽ മതി. അല്ലാതെ വ്യത്യാസമായിട്ടൊന്നും സെപ്പറേറ്റ് ഇത് കാണിക്കേണ്ട കാര്യമില്ല. 2 സിസ്റ്റം അങ്ങോട്ട് എഴുതുക, 2 എൻസംബിളും എഴുതുക. ഇനി സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലെ പ്രധാനപ്പെട്ട ഒരു ഷോർട്ട് ആൻസറാണ് ഫേസ് സ്പേസ്. മിക്കവാറും പരീക്ഷയ്ക്ക് ഇത് ചോദിക്കാറുണ്ട്. ഫേസ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്, അതിൻ്റെ അവസ്ഥ. സ്പേസ് സ്ഥലം എന്നുള്ള അർത്ഥമാണ്. അതിന് ഗാമ സ്പേസ് എന്ന് പറയും. ഫേസ് സ്പേസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഗാമ സ്പേസ്. അപ്പോൾ ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ്. ഫേസ് സ്പേസ് ഓർ ഗാമ സ്പേസ്. In statistical mechanics, the state of a system at any instant is completely specified by the instantaneous velocity, instantaneous values of position and momentum of all of its components. You read it once again. In statistical mechanics, the state of a system at any instant is completely specified by the instantaneous values of positions and the momentum of all its components. അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ അതിനകത്തുള്ള കമ്പണൻറ്റുകളുടെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂസ് ഓഫ് പൊസിഷനും മൊമെൻറ്റവും നമ്മൾ സൂചിപ്പിക്കേണ്ടി വരും. This means that instantaneous configuration of a system can be described by a set of n ജനറലൈസ്ഡ് പൊസിഷൻ കോർഡിനേറ്റ്സ്. ഇപ്പോൾ n പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ n ജനറലൈസ്ഡ് പൊസിഷൻ കോർഡിനേറ്റ്സ് വരും. അതുപോലെ n ജനറലൈസ്ഡ് മൊമെൻ്റ് കോർഡിനേറ്റ്സ് വരും. വാട്ട് ആർ ദി പൊസിഷൻ കോർഡിനേറ്റ്സ്? ദ പൊസിഷൻ കോർഡിനേറ്റ്സ് ആർ q1, q2, q3, etc. qn and n generalized momentum coordinates, that is p1, p2, p3, etc. pa, etc. pn. That is by a set of 2n parameters. അപ്പോൾ n പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ n പാർട്ടിക്കിളിന് n പൊസിഷൻ കോർഡിനേറ്റ് വേണം, n മൊമെൻറ്റം കോർഡിനേറ്റ് വേണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് 2n പാരാമീറ്റേഴ്സ് വേണം. 2n പാരാമീറ്റേഴ്സ്. അപ്പോൾ 2n പാരാമീറ്റേഴ്സ് കൊണ്ടാണ് ഈ പാർട്ടിക്കിൾസ് എല്ലാത്തിനെയും നമ്മൾ ആ സ്പേസ് സൂചിപ്പിക്കുക. പിന്നെ ഒരു പാർട്ടിക്കിളിൻ്റെ ഇപ്പോൾ ഒരു പാരാമീറ്റർ, ഇപ്പോൾ 2n പാരാമീറ്റർ ഒരു പാർട്ടിക്കിളിൽ നമ്മൾ പിന്നെ ഒരു പാർട്ടിക്കിളിന് നമ്മൾ സാധാരണ മൊമെൻറ്റവും അതുപോലെ പൊസിഷനും കൊടുക്കും. പക്ഷേ മൊമെൻറ്റത്തിന് 3 കമ്പണൻ്റ് ഉണ്ട്, പൊസിഷന് 3 കമ്പണൻ്റ് ഉണ്ട്. എക്സ് വൈ സെഡ് എന്ന് പറയും. മൊമെൻറ്റത്തിന് നമ്മൾ പി എക്സ്, പി വൈ, പി സെഡ് എന്ന് പറയും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് കമ്പോണൻ്റ് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 2 × 3 6 വരും. നോക്കിക്കേ, ഇപ്പോൾ ക്യൂ തന്നെ നമുക്ക് എക്സ് വൈ സെഡ് കമ്പോണൻ്റ് പറയാം. പി തന്നെ എക്സ് വൈ സെഡ് കമ്പോണൻ്റ് പി എക്സ്, പി വൈ, പി സെഡ് എന്ന് പറയാം. അപ്പോൾ ഒരു പൊസിഷൻ കോർഡിനേറ്റിന് 3 കമ്പോണൻ്റ്, ഒരു മൊമെൻറ്റം കോർഡിനേറ്റ് 3 കമ്പോണൻറ്റ്. അപ്പോൾ ടോട്ടൽ 2n കോർഡിനേറ്റ് വേണമെങ്കിൽ നമുക്ക് എത്ര കമ്പോണൻറ്റ് കോർഡിനേറ്റ് വേണം? 2n × 3 6n കമ്പോണൻറ്റ് പാരാമീറ്റേഴ്സ്. അപ്പോൾ ജനറലൈസ്ഡ് കോർഡിനേറ്റ് q1, q2, q3, etc. qn വേണം. ജനറലൈസ്ഡ് മൊമെൻറ്റം p1, p2, p3, etc. pn വേണം n പാർട്ടിക്കിൾ റെപ്രസെൻറ്റ് ചെയ്യാൻ. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. നമുക്ക് അവിടെ ഒരു k കൺസ്ട്രെയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് n പകരം n പോലെ കൺസ്ട്രെയിൻ്റ് കൂടി കുറച്ചുള്ള പാരാമീറ്റർ നമ്പറാണ് കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ പ്രതിപാദിക്കുന്നില്ല. ഇവിടെ നമ്മൾ കൺസ്ട്രെയിൻറ്റിൻ്റെ കാര്യം ഒന്നും പറയുന്നില്ല. അത് ക്ലാസിക്കൽ മെക്കാനിക്സ് ആണ് പറയുന്നത്.
അപ്പോൾ ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അതിന് 2 പാരാമീറ്റേഴ്സ്. n പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ 2n പാരാമീറ്റേഴ്സ്. കമ്പണന്റ് പാരാമീറ്റേഴ്സ് ആണെങ്കിൽ 6n പാരാമീറ്റേഴ്സ് വേണം. This 2-dimensional coordinate momentum space, that's the important point. This 2n-dimensional coordinate momentum space, coordinate hyphen momentum space, so formed is called phase space or gamma space. അങ്ങനെ 2n പാരാമീറ്റർ ഉള്ള പൊസിഷൻ മൊമെൻറ്റം സ്പേസ്, അതിനെ വിളിക്കുന്ന പേരാണ് ഫേസ് സ്പേസ് ഓർ ഗാമ സ്പേസ് എന്ന് പറയും. ഫേസ് മീൻസ് സ്റ്റേറ്റ് which is defined by the q's and p's of the particles. Q's means position coordinates, p's means momentum coordinates. q ഒരു അപ്പോസ്ട്രോഫി എസ് പോലെ ഇട്ടാൽ മതി, പി മൊമെൻറ്റത്തിന് ഒരു അപ്പോസ്ട്രോഫി എസ് പോലെ ഇട്ടാലും മതി, അല്ലെങ്കിൽ ചുമ്മാ q's and p's of the particles. So phase space is a state space or a QP space. So phase space is a state space or a QP space. അപ്പോൾ ഫേസ് സ്പേസിനെ ഗാമ സ്പേസിനെ വിളിക്കുന്ന മറ്റു പേരുകളാണ് സ്റ്റേറ്റ് സ്പേസ് ഓർ QP space. The size of the smallest element in phase space is given by, ഈ ഫേസ് സ്പേസിലെ സ്മോളസ്റ്റ് എലമെൻറ്റിൻ്റെ സൈസ് കാണുന്ന ഒരു എക്സ്പ്രഷനാണ് ഡി ഗാമ. ഇത് ക്യാപിറ്റൽ ഗാമയാണ്, ക്യാപിറ്റൽ ഗാമ. ഡി ഗാമ ഈസ് ഈക്വൽ ടു dq1 ഇൻറ്റു dq2 ഇൻറ്റു dq3 സെറ്റ് dqf. അതായത് ഇവിടെ എഫ് എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്, n വേണ്ടി വരത്തില്ല. അതായത് ഇപ്പം നമുക്ക് ഒരു കെ കൺസ്ട്രെയിൻ്റ് ഉണ്ടെങ്കിൽ ഈ പാരാമീറ്ററിൻ്റെ എണ്ണം n പകരം എഫ് ആയിട്ട് മാറും, കൺസ്ട്രെയിൻ്റ് കുറക്കണം. സോ the size of the smallest element in phase space is given by d gamma is equal to dq1 into dq2 etc. dq3 etc. dqf into dp1 into dp2 etc. dpf. അത് ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ ആ ടേം ഉണ്ടല്ലോ നമ്മൾ ആ ടീ പോലെ ഇരിക്കുന്നത്, ടീ ചില ഇടത്തോട്ടില്ല, അതിൻ്റെ വരെ മുകളിലെ വലത്തോട് മാത്രം ഗാമ എന്നാണ് വായിക്കുന്നത്, ക്യാപിറ്റൽ ഗാമ. Where f is the number of degrees of freedom, then gamma is called hypervolume. ഈ സ്മോൾ വോളിയത്തെ, ഈ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന സ്മോൾ വോളിയത്തെ വിളിക്കുന്ന പേരാണ് ഹൈപ്പർവോളിയം. ഹൈപ്പർവോളിയം എന്ന് പറയും. A single point in phase space is called phase point. ഫേസ് സ്പേസിലെ ഒരു സിംഗിൾ പോയിന്റിനെ നമ്മൾ ഫേസ് പോയിന്റ് എന്ന് പറയും. എ കർവ് ട്രേസ്ഡ് ഔട്ട് ബൈ എ മൂവിങ് ഫേസ് പോയിന്റ് ഈസ് കോൾഡ് എ ഫേസ് ട്രജക്ടറി. എ കർവ് ട്രേസ്ഡ് ഔട്ട് ബൈ എ മൂവിങ് ഫേസ് പോയിന്റ് ഈസ് കോൾഡ് എ ഫേസ് ട്രജക്ടറി. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഇതാണ്: എക്സ്പ്ലെയിൻ ഫേസ് സ്പേസ്. ക്വസ്റ്റ്യൻ നമ്പർ 2, what are hypervolume, phase point and phase trajectory? ആ ഫേസ് സ്പേസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, അത് ചോദിച്ചാൽ മൊത്തം എഴുതിക്കൊള്ളുക. That is the second lecture. With this class, that is the class on statistical ensembles, is over. We continue our class. Thank you very much.